നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ വെറുതെ ഒരു വർഷത്തിലോട്ട് കടന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് ശരിയാവുമെന്ന്? ഇല്ല. അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഒരു 3 ആഴ്ചയോളം തികച്ച് നമുക്ക് ബാക്കിയുണ്ടല്ലേ. അപ്പോൾ ആ 3 ആഴ്ച കൊണ്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഓൾറെഡി ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 നമുക്കത് ഫോളോ ചെയ്തു പോകാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അടുത്ത വർഷം നിങ്ങൾക്ക് ബെസ്റ്റ് ഇയർ ആക്കണോ അതോ വേസ്റ്റ് ഇയർ ആക്കണോ എന്നുള്ളത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഒട്ടും താമസിക്കാണ്ട് പോയിന്റിലോട്ട് തന്നെ കിടക്കാമല്ലേ. അപ്പം ഞാൻ ആദ്യമായിട്ട് 2026 പ്രിപ്പയർ ചെയ്തത് വിഷൻ ബോർഡാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വലിയ മണ്ടത്തരം കാണിച്ചു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു ChatGPT പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT നല്ല രീതിയിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കി തരുമെന്ന്. ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണല്ലേ. അപ്പോൾ അത്രയും ടൈമും ക്ഷമയും എനിക്ക് അന്നില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈസി മെത്തേഡായിട്ട് ChatGPT എൻ്റെ ഗോൾസൊക്കെ പറഞ്ഞിട്ട് ChatGPT വഴി ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു. അത് വിഷൻ ബോർഡാണെന്ന് കരുതി ഞാൻ അതാണ് 2025 ഒട്ടിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു 5ഓ 6ഓ ഗോൾസ് അങ്ങോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ പേരിന്. ആ 5 ഗോൾസും നടന്നിട്ടില്ല. അതല്ലാണ്ട് ഞാൻ ജേണലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഗോൾസ്. അതിൽ 10 എണ്ണവും നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരെണ്ണം പോലും നടന്നിട്ടില്ല. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു, വിഷൻ ബോർഡിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഇത് ഞാൻ തെറ്റായിട്ട് ചെയ്തുകൊണ്ടാണ് അത് ഒട്ടും തന്നെ വർക്കായില്ല. അതുമാത്രമല്ല, ഞാനിതെൻ്റെ കണ്ണിപ്പെടാത്തൊരു സ്ഥലത്താണ് ഒട്ടിച്ച് വെച്ചത്. എന്ന് വെച്ചാൽ കണ്ണിപ്പെടുന്നതാണ്, പക്ഷെ ഞാൻ അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്താണ് കൊണ്ട് ഒട്ടിച്ച് വെച്ചത്. അതുകൊണ്ട് തന്നെ അത് അട്ടർ ഫ്ലോപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വിഷൻ ബോർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് വെട്ടി ഒട്ടിച്ച് വേണം ചെയ്യാൻ. അതിനാണ് ബലമുള്ളൂ. അതുപോലെ തന്നെ നമ്മളത് കണ്ട് വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മൾ കണ്ട് ഹാപ്പി ആയിട്ട് വേണം അത് ചെയ്യാൻ. അതല്ലാണ്ട് വല്ലവരും ഉണ്ടാക്കി തന്നത് നമ്മുടെ വിഷൻ ബോർഡല്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരാളുടെ കോപ്പി അടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗോൾസും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്ത മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാണ്, നമ്മളുടെ ഗോൾസ് നമ്മൾ ആദ്യമൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പം അത് മറന്നുപോയി കഴിയുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുമ്പിൽ ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അതിങ്ങനെ കാണുമ്പോൾ ഇതൊക്കെയായിരുന്നല്ലേ എൻ്റെ ഗോൾസ്, ഇതൊക്കെയായിരുന്നല്ലേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്നൊക്കെ ഓർമ്മ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആക്ഷൻസ് എടുക്കാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 3 ആഴ്ച സമയമുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ചെയ്യാണ്ട് നേരത്തെ ചെയ്ത് വെക്കാൻ നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ബൈ എ പ്ലാനർ. ഞാൻ കുറേ എസ്തെറ്റിക് ആയിട്ടുള്ള പ്ലാനേഴ്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത് എനിക്ക് അത്ര കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഇങ്ങനെ എഴുതാനോ ഒരു മൂഡ് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ വരയിട്ട ബുക്കിലാണ് ഞാൻ കൂടുതലും എഴുതാറ്. അതിനകത്ത് എഴുതാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിതിലാണ് ഇഷ്ടം, ഇതാണ് എൻ്റെ കംഫർട്ട്. മറ്റേത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാനിപ്പോൾ ഫുള്ളും മേടിച്ചിരിക്കുന്നത്, റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നല്ല വരയിട്ട സാധാരണ നോട്ട്ബുക്കുകളാണ്. അല്ലാണ്ട് ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള നോട്ട്ബുക്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എസ്പെഷ്യലി പ്ലാനേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്ലാൻ ചെയ്യാൻ, കാരണം അല്ലേ, ഒരു വർഷത്തേക്കുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്യാനുണ്ട്. ഓരോ മാസത്തേക്കും ഓരോ വീക്കിലേക്കും കുറേ ഗോൾസ് സെറ്റ് ചെയ്യാനുണ്ട്. അതനുസരിച്ചിട്ട് ട്രാക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസവും നമ്മൾ ഇനി വേസ്റ്റ് ചെയ്യാൻ പാടില്ല അടുത്ത വർഷം. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത് വേണം തുടങ്ങാൻ. ഒരു പ്ലാൻ ഇല്ലാണ്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇന്നെന്താ ചെയ്യുക എന്നൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ട് എലിമിനേറ്റ് ചെയ്യാനാണ് പ്ലാനേഴ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പ്ലാനറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഗോൾ സെറ്റിംഗ്. പ്ലാനേഴ്സ് മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പ്ലാനേഴ്സിലോട്ട് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം എന്താ, നിങ്ങളുടെ അംബീഷൻ, നിങ്ങൾക്ക് ഏത് നിലയിൽ നിങ്ങളെ കാണണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അതിനെന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ഗോൾസ് അല്ലേ. അപ്പോൾ അതെല്ലാം ഇന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് മേഖലയിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ആണോ നിങ്ങളുടെ ഗോള്, നല്ലൊരു ഹെൽത്തി ബോഡി അതാണ് നിങ്ങളുടെ അടുത്ത വർഷത്തെ ഗോൾ. അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ച് വീക്കായിരുന്നു 2025, അപ്പോൾ അതൊന്ന് കുറച്ച് ബെറ്റർ ആക്കണം, അതാണ് നിങ്ങളുടെ ഗോള്. പിന്നെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ്ങർ ആക്കണം, ഹെൽത്തിയർ ആക്കണം, ഇതാണ് നിങ്ങളുടെ ഗോൾ. ഇങ്ങനെ മണി, പൈസ ഉണ്ടാക്കണം, കരിയർ, എഡ്യൂക്കേഷൻ, എന്താണ് നിങ്ങളുടെ ഗോൾ? അത് ഇരുന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, നിങ്ങൾക്ക് പിടികിട്ടണം നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടതെന്നുള്ളത്. അതൊരു ആ പ്ലാനറിലോട്ട് നിങ്ങൾ നിങ്ങളുടെ 2026 ഗോൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തീർന്നില്ല. ആക്ഷൻ വേണ്ടേ? ആക്ഷൻസ് നടക്കണമെങ്കിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം മൈക്രോ ഗോൾസായിട്ട്. ലോങ് ടേമിലോട്ടും ഷോർട്ട് ടേമിലോട്ടും അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ നമുക്കൊരു ലോങ് ടേമിലോട്ടുള്ളൊരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഗോൾസൊക്കെ ഇല്ലേ. ഇപ്പം നമുക്കൊരു വീട് മേടിക്കണമെന്നാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പോയിട്ട് വീട് മേടിക്കാൻ പറ്റില്ല. അതിന് കുറേ കടമകൾ കഴിഞ്ഞാലേ നമുക്കൊരു വീട് മേടിക്കാൻ പറ്റുള്ളൂ, വീട് എന്ന സ്വപ്നത്തിലോട്ട് എത്തുള്ളൂ അല്ലേ. അതിന് നല്ല പൈസ ചിലവുണ്ട്, സിമ്പിളായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതൊരു ലോങ് ടേം ഗോളാണ്. എന്നാൽ നമുക്കൊരു 10,000 രൂപ ഏൺ ചെയ്യാന്നുള്ളത് ഷോർട്ട് ടേം ഗോളല്ലേ. അത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ തിരിക്കുക. അത് മാത്രമല്ല, നമുക്ക് വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലും ഗോൾസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫിറ്റ്നസ് ആണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 കിലോ കുറയ്ക്കണം.
ഇതാണ് നിങ്ങളുടെ ഗോൾ, ലോങ് ടേം ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കിലോ വെച്ചെങ്കിലും ഒരു മാസത്തിൽ കുറയ്ക്കുക എന്നുള്ളത് ഒരു മന്ത്ലി ഗോളായിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്ത് ഒരു 0.5 എങ്കിലും വീക്ക്ലി നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റണം. കണക്കൊക്കെ എൻ്റെ തെറ്റിയായിരിക്കും, എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് വേണം നമ്മൾ 2026 വരെ എത്താൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യും, നമ്മളത് വിടും. എന്ന് വെച്ചാൽ അതിനുവേണ്ടി ആക്ഷൻസ് നമ്മൾ എടുക്കില്ല. കാരണം പല ആൾക്കാരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 ഗോളല്ലേ, ഒരു വർഷം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ, അങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ പ്രൊക്കാസിനേറ്റ് ചെയ്ത് നാളെ ആവാം, മറ്റന്നാളാവാം, പിന്നെ ആവാമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും എത്ര വർഷങ്ങൾ എങ്ങനെ പോയെന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനെ തന്നെ അടുത്ത ആക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ തന്നെ ഇരുന്നിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ട്. ആ ഹാബിറ്റ് ട്രാക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ വീക്കിലി എന്തൊക്കെ ചെയ്യണം, മന്ത്ലി എന്തൊക്കെ ചെയ്യണം, എത്ര ദിവസം ഞാൻ ചെയ്തു, അതൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ട്രാക്ക് ഓൺ ചെയ്യുന്നതും ഈ ട്രാക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, വരയിടാത്ത ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഹാബിറ്റ് മൺഡേ ടു സൺഡേ വരെയുള്ള കോളം, പിന്നെ വട്ടമല്ല, നമ്മൾ വരയിട്ട് വയ്ക്കുക, ബോക്സ് പോലെ. സിമ്പിളാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു 2-3 മാസത്തേക്ക് ഇങ്ങനെ വരയിട്ട് വെക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് മിനിമം നേരത്തെ ഇരുന്ന് സമയം കിട്ടുമ്പോൾ വരയിട്ട് വെക്കുക. അതാകുമ്പോൾ സമയമാകുമ്പോൾ നമുക്കിരുന്ന് വരയിടാൻ മെനക്കെടണ്ടല്ലോ. എനിക്ക് വരയിടാനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രിൻറ്റേഴ്സ് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ അതിനുവേണ്ടി പൈസ കളയേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളിങ്ങനെ വരയിട്ട് വെച്ചാൽ മതി. നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ടിക്കിട്ട് പോയാൽ മതി. ഈ ടിക്കൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. നമ്മൾ നോക്കൂ, ഇതിങ്ങനെ കാണുകയാണ്, നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. ഞാൻ ഇത്രയും ദിവസം ഇത് ഫോളോ ചെയ്തല്ലേ, അല്ലെങ്കിൽ ഇത്രയും മാസം മന്ത് എൻഡ് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യണം. എൻ്റെ ദൈവം, ഇത്രയും ആഴ്ച ഞാനൊരു സാധനം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്തല്ലേ, അത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ അല്ലേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ആ ഒരു സംഭവം നമുക്ക് കിട്ടും. അല്ലാണ്ട് നമ്മളിത് ട്രാക്ക് ചെയ്യാണ്ട് പോകുമ്പോണ്ടല്ലോ നമുക്കറിയില്ല നമ്മൾ ഏത് ദിവസമാണ് ചെയ്തേ, ഏത് ദിവസമാണ് കൺസിസ്റ്റൻ്റ് ആയിരുന്നത്. അതിനൊരു തെളിവില്ല, ഒരു പ്രൂഫില്ല. ഇതുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്രൂഫ്. നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ കാണിക്കാൻ പറ്റും ഇങ്ങനെ, ഇത്രയും ഞാൻ ചെയ്ത് തീർത്തല്ലേ, കുറേ പേപ്പേഴ്സ് ഇങ്ങനെ കഴിയും. അപ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് തോന്നില്ലേ. അതിൻ്റെ കൂടെ നിങ്ങളൊരു എക്സ്ട്രാ റിവാർഡ് പോലെ നിങ്ങൾ ആ ഒരു റിവാർഡ് സെറ്റിംഗ് കൂടെ ചെയ്യുക. വീക്കിലി നിങ്ങളെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ഈ ബോക്സ് ഫുള്ളും ഒരാഴ്ചത്തേക്ക് ടിക്കിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവി കാണാം, സീരീസ് കാണാം, ഏതെങ്കിലും ഒരു ഫുഡ് മേടിച്ച് കഴിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, തിയേറ്ററിൽ പോയി മൂവി കാണാം, ഒരു ട്രിപ്പ് പോകാം, എന്തെങ്കിലും ഷോപ്പ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിവാർഡായിട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ മോട്ടിവേഷനാണ്. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് അപ്ഗ്രേഡ് യുവർ ലുക്സ്. ഇത് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റ് ചേഞ്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇൻസ്റ്റൻറ്റ് മോട്ടിവേഷൻ തന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും നമ്മളൊരു ഫ്രഷ് ഹെയർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഹെയർ കളർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു യുണീക്ക് പാറ്റേണുള്ള ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള, നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇൻസ്റ്റൻറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ തരുന്നത്. അപ്പം നമുക്കൊരു ഹാബിറ്റ്സ് ഫോളോ ചെയ്ത് അത് വർക്കൗട്ടായി വന്നിട്ട് അതിൽ നിന്നൊരു റിസൾട്ട് വരാൻ കുറച്ച് സമയം പിടിക്കല്ലേ. പക്ഷേ ഈ ഇൻസ്റ്റൻറ്റ് നമ്മുടെ ലുക്സിലുള്ള ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരുമ്പോൾ അതൊരു പെട്ടെന്നൊരു കാര്യം, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഒരു പാർലറിൽ പോയി ഒരു ഹെയർ കട്ട് ചെയ്യാൻ ഭയങ്കര സമയം വേണോ? ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് അടിമുടി മാറാമല്ലോ. അത് ആക്ച്വലി നമ്മുടെ ഫ്യൂച്ചറിന് കൊടുക്കുന്ന ഒരു പ്രോമിസ് പോലെയാണ്. ലൈക്ക് ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്യാൻ, അപ്പോൾ അടുത്ത വർഷം ഞാൻ ഉറപ്പായിട്ടും മാറിയിരിക്കും, ഞാൻ എന്നെ തന്നെ ഫുള്ളി ട്രാൻസ്ഫോർമേറ്റ് ചെയ്തിരിക്കും. ലുക്സ് മാത്രമല്ല, എല്ലാ രീതിയിലും ഞാൻ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിരിക്കും എന്നുള്ളൊരു പ്രോമിസ് പോലെയാണ് നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന്. നമ്മളിപ്പോഴേ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണുമ്പോൾ കൊള്ളാലോ, നല്ല രസമായിട്ടുണ്ടല്ലോ, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നല്ലതാണ്. ഒരു ഫ്രഷ് ഹെയർ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മുഴുവൻ അങ്ങ് മാറും അല്ലേ, നമ്മൾ ആൾ തന്നെ അങ്ങ് മാറും. നമുക്കൊരു പുതിയ എനർജി കിട്ടും, അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രഷ് ലുക്ക് കിട്ടും. അത് അടുത്ത വർഷത്തേക്കുള്ളൊരു എക്സ്ട്രാ ബോണസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും ഇയർ എൻഡിൽ ഇങ്ങനൊരു ഒരു ഹെയർ കട്ടൊക്കെ ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അടിപൊളിയാകുക എന്നുള്ളത്. അപ്പോൾ അടുത്ത വർഷം കുറച്ചും കൂടെ ഒരു ബെറ്റർ എനർജി ആയിരിക്കും. നമ്മളൊരു പഴയ വേർഷനെ നമ്മൾ കൊന്നിട്ടൊരു പുതിയ വേർഷൻ നമ്മൾ എടുത്തു എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പോലെയാണ് നമ്മുടെ ഈ ലുക്സിലുള്ള അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഡീക്ലട്ടർ യുവർ ലൈഫ്. നമ്മൾ പുതിയ വർഷത്തിലോട്ട് കിടക്കുകയാണല്ലേ, അപ്പോൾ നമുക്ക് പഴയ അഴുക്കും കുപ്പയും എല്ലാം കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ റൂം ഒന്ന് ക്ലീൻ ആക്കുക, വൃത്തിയായിട്ട് ക്ലീൻ ആക്കുക, ഒരു പൊടി പോലും വിടാണ്ട് ക്ലീൻ ആക്കണം. അതുപോലെ നമ്മുടെ വാർഡ്രോബ്, നമ്മുടെ ഷെൽഫ്, നമ്മുടെ ഡെസ്ക് എല്ലാം വൃത്തിയാക്കണം, നമ്മുടെ ടോയ്ലറ്റ് എല്ലാം വൃത്തിയാക്കണം, ഒന്നും നമ്മൾ വിടാൻ പാടില്ല. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ആഡ് ഓൺ ആയിട്ട് നമുക്ക് കുറച്ച് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. നമുക്ക് നമ്മുടെ ലുക്സിൽ ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ റൂമിലും കുറച്ച് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാം. കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ട്, കുറച്ച് പാട്ടൊക്കെ വെച്ച്, കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള ഒരു വൈബിൽ, കുറച്ച്
പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ച് അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ ഭയങ്കര വൈബാണ്. നിങ്ങളുടെ റൂം കുറച്ച് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വലിയ രസമൊന്നുമില്ല, സാധാരണ പോലെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുപോവാ. പുതിയ വർഷമല്ലേ, അപ്പം നമുക്ക് കുറച്ച് വൈബാക്കണ്ടേ, കളർഫുൾ ആക്കണം നമ്മുടെ റൂം. നമുക്ക് കയറി കിടക്കുമ്പം വാവ് എന്ന് തോന്നണം. ആ ഒരു ഫീലുള്ള ഒരു റൂമാക്കി മാറ്റണം നിങ്ങൾ. ഓക്കെ, ആ ഒരു മേക്ക് ഓവർ നടത്തുകയാണെങ്കിൽ നല്ലത്. ഇനി നിങ്ങൾക്ക് പൈസ ഇല്ല, അതിനൊന്നും സ്പെൻഡ് ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇട്ടേക്ക്, വൃത്തിയാക്കി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ ക്ലീൻ ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളുടെ സ്റ്റോറേജ് ഒക്കെ ഒന്ന് ഇതായിട്ട് കിടക്കായിരിക്കും, അതൊക്കെ ഒന്നിട്ട് ക്ലീൻ ഔട്ട് ചെയ്യുക. എല്ലാം വേണ്ടാത്തൊക്കെ എടുത്ത് കളയുക. ഗാലറിയിൽ തന്നെ നിങ്ങളുടെ കുറച്ച് പിക്ചേഴ്സൊക്കെ കാണും, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുള്ള ആരുടെയും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ദേഷ്യം വരുന്ന കുറച്ച് ഫോട്ടോസ് ആയിരിക്കും. അതൊക്കെ എടുത്തങ്ങ് കളയുക. അപ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ വേണ്ടാത്ത കുറേ ആപ്സ് കാണും, നിങ്ങളുടെ സമയം കളയുന്ന, നിങ്ങളുടെ എനർജി കളയണ, നിങ്ങളുടെ പൈസ കളയണ കുറച്ച് ആപ്സ് കാണും. അതൊക്കെ എടുത്ത് പെട്ടെന്നാണ് ഇൻസ്റ്റാൾ ചെയ്തോ. അടുത്ത വർഷം ഒരു പൈസ പോലും കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് അക്കൗണ്ട്സ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ്, ഇവിടെയൊക്കെ കുറച്ച് അക്കൗണ്ട്സും സബ്സ്ക്രിപ്ഷൻസും ഉണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാലോ നമ്മൾ ഏതൊക്കെ അക്കൗണ്ടുകളാണ് നമ്മളെ വിഷമിപ്പിച്ചത്, നമ്മളെ ഡ്രെയിൻ ചെയ്തത്, നമ്മുടെ സമയം കളഞ്ഞത്, നമുക്ക് ഇൻസെക്യൂരിറ്റി തന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ആപ്പല്ല അക്കൗണ്ട്സ് ഉണ്ട് അല്ലേ, ചില ആൾക്കാരുടെ അക്കൗണ്ട്സ് ഉണ്ട്. അതെടുത്തിട്ട് അങ്ങ് അൺഫോളോ അടിക്കുക, കഴിഞ്ഞു. പിന്നെ കുറച്ച് യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻസ് കാണും, ചില ചാനൽസ് നമ്മൾ ഫോളോ ചെയ്തിട്ടിരുന്നു, പക്ഷേ ഇപ്പോൾ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, നമ്മുടെ ആ ഒരു വൈബായിട്ട് സെറ്റ് ആവുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു എനർജി ആയിട്ട് അത് മാച്ച് ആവുന്നില്ല. അതല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ നിങ്ങളാവാൻ പോകുന്ന ആ ഒരു എനർജി ആയിട്ട് ഒട്ടും തന്നെ മാച്ച് ആവാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയും എടുത്ത് കളയുക. കാരണം അങ്ങനെയുള്ളവർ നമ്മളെ പിന്നെയും പഴയ നമ്മളിലോട്ടാക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് മാറേണ്ടതല്ലേ. അപ്പോൾ പഴയ നമ്മളിലോട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാധനവും നമ്മുടെ കൂടെ ഇനി കാണാൻ പാടില്ല. അതുപോലെ തന്നെയാണ് കുറച്ച് വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കര ശല്യമായിട്ടുള്ള, സ്വൈര്യം കളയുന്ന, തലവേദന തരുന്ന, നമ്മുടെ എന്താ പറയുക, നമ്മളെ എക്സോസ്റ്റ് ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ നമ്മുടെ കൂടെ കാണും 2025. നിങ്ങൾക്കറിയാം, ഇത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കുറേ മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. അവരെയൊക്കെ അടുത്തുനിന്ന് നിങ്ങൾ കളയാന്നല്ല, അങ്ങനെ മനുഷ്യരല്ലേ, കളയണ്ട. നിങ്ങൾക്ക് അവരെ ഒന്ന് പിരിച്ചു വിട്ടുകൂടി നിങ്ങളുടെ ലൈഫിൽ നിന്ന്. കാരണം അടുത്ത വർഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു? നിങ്ങൾക്ക് ചേഞ്ച് ആവണ്ടേ? നിങ്ങൾക്ക് അവരെ പോലെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് മാറണ്ടേ, നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ എന്തിൻ്റെ ബേസിസിലാണ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ? അവരില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ടാണോ? അതോ അവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാവും, ഞാൻ ലോൺലി ആവും എന്ന് ഓർത്തിട്ടാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ എവിടെ കിടക്കണോ അതിൻ്റെ താഴോട്ടേ പോകുള്ളൂ അവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട്, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാതിരിക്കുക. അടുത്ത വർഷം നിങ്ങളെ അത് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യത്തില്ല, നിങ്ങളെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കത്തില്ല അവർ. മനസ്സിലായോ? നിങ്ങളുടെ കൂടെ അവരുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും. അങ്ങനെയുള്ള ബാഡ് വൈബ്സും ബാഡ് എനർജീസും അടുത്ത വർഷം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ, പെയിൻഫുൾ ആണെന്ന് എനിക്കറിയാം, ഞാൻ പറയുന്ന പോലെ അത്ര ഈസി അല്ല, സിമ്പിളായിട്ട് എടുത്തങ്ങ് തൂക്കി കളയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇരുന്ന് ആലോചിക്ക്, വേണോ, ശരിക്കും വേണോ എന്ന് ആലോചിച്ച് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. അത് നിങ്ങളോട്ട് വിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബോണസ് ഉണ്ട്, അത് ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്കേ ഇത് കിട്ടുകയുള്ളൂ, അത് വേറെ കാര്യം. എൻ്റെ ലൈഫിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് മാറിയ ഒരു കാര്യമാണ് മോർണിംഗ് മിറാക്കിൾ റൂട്ടീൻ എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളത് ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. കാരണം എൻ്റെ ലൈഫ് വേറെ തന്നെയായിരുന്നു അതിന് മുമ്പ്. അതിന് ശേഷമാണ് ഞാനൊരു ചാനൽ വരെ തുടങ്ങിയതും ഇത്രയും മാറാൻ എന്നെ സഹായിച്ചതും ആ ഒരു മോർണിംഗ് റുട്ടീനാണ്. സോ നിങ്ങളും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയ വീഡിയോ നിങ്ങളുടെയും ടേണിംഗ് പോയിൻ്റ് ആവണമെന്നുള്ളത്. അടുത്ത വർഷം ബെറ്റർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് കാണേണ്ട വീഡിയോ അതാണ്. ഇനി ഇതാണ് നിങ്ങൾ ആദ്യമേ കണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ആ വീഡിയോ കൂടെ കാണാൻ ക്ഷമയുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും. കാണുക മാത്രമല്ല, ആ മോർണിംഗ് റുട്ടീന് 2026 സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസിൽ കാണുന്നവരേക്കും ബൈ.